സർ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം, ആ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇടപെടുക, ഇപ്പോൾ അമിത്ഷാ ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതിലേക്കൊരു ഇടപെടൽ നടത്തി എന്ന് പറയുമ്പോൾ അത് കോടതിയെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതിലേക്കല്ലേ ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ പോകുന്നത്. അങ്ങനെയൊക്കെ ഇടപെടാമോ? യഥാർത്ഥത്തിൽ എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്? പരാതിയെ തുടർന്ന്, അതായത് ഫോഴ്സ്ഫുൾ എന്താ പറയുന്നത്, നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതായുള്ള ആരോപണമുയർന്നു. അതോടൊപ്പം അത് മനുഷ്യക്കടത്തിലേക്ക് നീങ്ങി. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശരിയാണ്, 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനെതിരെ പ്രധാനമായും ഈ കേരളത്തിലാണ് ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടായത്. സ്വാഭാവികമാണ്, കാരണം കേരളത്തിലാണല്ലോ സഭകൾ വളരെ സജീവമായിരിക്കുന്ന ഉള്ളതുകൊണ്ട് അങ്ങനെ കേരളത്തിലാണ് ഉണ്ടായത്. ഛത്തീസ്ഗഡ് കോടതിയിൽ അവർക്ക് ആദ്യം ജാമ്യം നിഷേധിക്കുന്നു. ഹൈക്കോടതി അതിൽ ഇടപെടാതെ NIA കോടതിയിലേക്ക് വിടുന്നു. അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ജാമ്യം ആദ്യം നിഷേധിക്കുന്നു. അപ്പോഴാണ് ഇതിനെതിരെ വ്യാപകമായ ഒരു സമ്മർദ്ദം ഉയർന്നു വരുന്നു, വലിയ പ്രക്ഷോഭം ഉയർന്നു വരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭയുടെ ഒക്കെ അല്ലെങ്കിൽ പിന്തുണ എന്ന് പറയുന്നത് നിർണായകമായിരിക്കുന്ന ഇതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനങ്ങളെന്ന് പറയുന്നത്. പക്ഷെ പൊതുവേ ഉണ്ടായ ഒരു വികാരം കേസിൻ്റെ മെരിറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നൊരു സമീപനത്തിലേക്കാണ് ഭരണാധികാരികൾ നീങ്ങുന്നതെന്ന് വേണം കരുതാൻ. ഇവിടെ ഈ ചോദ്യം കൃത്യമാണ്. കാരണം ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ഇടപെടലുകൾ നടന്നു, വളരെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇവിടെ നടക്കുകയും ഇവിടെ അമിത്ഷായെ കണ്ട് സംസാരിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ MP-മാരാണ്. ഇടതുപക്ഷ MP-മാർ സംസാരിച്ചു, പിന്നെ കോൺഗ്രസ് MP-മാർ സംസാരിച്ചു. അവർ അമിത്ഷായെ കണ്ട് ഉന്നയിച്ചു. അവർക്ക് ഈ കാര്യം അമിത്ഷായെ കണ്ട് ഉന്നയിക്കുന്നതിൽ ഇടപെടലുണ്ടെന്ന് പറയുന്നില്ല. അതാണ് ഇതിനകത്ത് വിചിത്രവും രസകരമായൊരു വസ്തുത. പിന്നെ അമിത്ഷാ അവരോട് കോടതി അല്ലെങ്കിൽ ശക്തമായി ഈ പ്രോസിക്യൂഷൻ അവരെ ജാമ്യം നിഷേധിക്കരുത് എന്ന് പറയരുത് എന്നുള്ള കാര്യത്തിൽ ഇടപെടാമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കേസുകളുടെ ഒരു സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുവരുന്നത് ഈ ബെയിൽ ആണ് കോടതി എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഏതൊരു കേസാണെങ്കിലും ജയിൽ ഓർ ബെയിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പൊതുവേ ബെയിൽ ആണ് ചെയ്യേണ്ടതെന്ന് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ടും ചില വകുപ്പുകൾ ചുമത്തി കേസ് എടുക്കുമ്പോൾ അതിനകത്ത് ജാമ്യം കൊടുക്കുന്നത് നീണ്ടുപോകാം. അത് രാജ്യദ്രോഹപരമായ കാര്യങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതരം കേസുകൾ, ചില പ്രത്യേകതരം വകുപ്പുകളിട്ട് കേസുകൾ എടുക്കുമ്പോൾ സ്വാഭാവികമായും ജാമ്യം കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ ന്യായാന്യായതകളിലേക്ക് പിന്നീട് കിടക്കാം. ഇവിടെ നമ്മളിപ്പോൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവർ ഈ കന്യാസ്ത്രീകൾ, 2 പ്രായമായ 2 കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അതിലേക്ക് അവർ ജാമ്യം നിഷേധിക്കപ്പെട്ട അവസ്ഥയുണ്ടായി. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടുന്ന കേസിൻ്റെ മെരിറ്റിനെ അത് ബാധിക്കുന്നേ ഇല്ലല്ലോ, ബേസിക്കലി ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനനുഗുണമായ ഒരു സമീപനം സർക്കാർ അല്ലെങ്കിൽ അതോറിറ്റിയിൽ നിന്നും, സർക്കാരാണല്ലോ കേസ് എടുത്തിരിക്കുന്നത്. കേസ് എടുക്കുന്നത് എപ്പോഴും പ്രോസിക്യൂഷൻ. ആ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അത് ജാമ്യം കൊടുക്കരുത് എന്ന് കർശനമായി ആവശ്യപ്പെടരുത് എന്ന ഒരു കാര്യം മാത്രമാണുള്ളത്. അങ്ങനെ സംഭവിക്കാറുണ്ട് കേസുകളിലൊക്കെ. എത്രയോ കേസുകളിൽ അങ്ങനെ സംഭവിക്കുന്നു. നമ്മൾ ജാമ്യം ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ഏറ്റവും ഒടുവിൽ ജാമ്യം ലഭിക്കുന്നതാണ്. ജാമ്യം നിഷേധിക്കപ്പെട്ട കേസുകളിലും ജാമ്യം ലഭിക്കുന്നതൊക്കെ പ്രോസിക്യൂഷൻ്റെ ഇത്തരം ഇടപെടലുകളിൽ വരുന്ന, അത് പ്രോസിക്യൂഷനാണ് ആ ഇടപെടൽ നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഭരണകൂടത്തിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത്, പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടണം. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടണം. അത് തെളിയിക്കേണ്ട ജോലി ഈ ആരോപണം ഉന്നയിച്ചവർക്കും പ്രോസിക്യൂഷനും ആണുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് അനിശ്ചിതമായി കിടന്നു പോകരുത് ഇവർ എന്നുള്ള ഒരു സമീപനം, അത് സമ്മർദ്ദത്തിൻ്റെ ഫലമായി എന്ന് തന്നെ പറഞ്ഞുകൂടാ. വ്യാപകമായി പ്രക്ഷോഭം ഉണ്ടായി, സത്യമാണ്, വ്യാപകമായി പ്രക്ഷോഭം ഉണ്ടായി. പക്ഷേ അവിടുത്തെ ഛത്തീസ്ഗഡിലെ MP-മാരോ അത്തരത്തിൽ ഒരു പാർട്ടി നേതാക്കളോ ഒന്നും രംഗത്ത് വന്ന് ഇതാണ് ഛത്തീസ്ഗഡിൽ അവിടെ കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് വളരെ സജീവമായിട്ടുണ്ട്. MP-മാരുണ്ട്, MLA-മാരുണ്ട്. ഇവരാരും അതിനകത്ത് വരുന്നില്ല. ഇവിടെയാണ് അത് വരുന്നത്. ഇതൊരു പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJP എന്തെങ്കിലും ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരെ ഒരു കാരണവശാലും തലപൊക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ സംഘടിതമായി LDFും UDF ഒരുമിച്ച് ചേരുന്നു ആ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ BJP എടുത്ത സമീപനം അങ്ങനെയാണ്. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു സ്റ്റാൻഡുണ്ട്. സംഘപരിവാർ സംഘടനകളുടെ ഒരു സ്റ്റാൻഡുണ്ട്. അവരുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവർ ഫോഴ്സിബിൾ കൺവേർഷൻ എതിരാണ്. അത് അവരുടെ ഒരു അജണ്ട തന്നെയാണ്. അതേ സംബന്ധിച്ചു അതൊന്നും മാറ്റാം. അത് ഛത്തീസ്ഗഡിലെ മാത്രമല്ല, കേരളത്തിലെ മാത്രമല്ല, അഖിലേന്ത്യാ വ്യാപകമായിട്ട് അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ട്. ഫോഴ്സ്ഫുൾ
എന്താ പറയുന്നത് ബലമായുള്ള മതപരിവർത്തനം നടക്കുന്നുവെന്ന ആരോപണമുണ്ട്. അത് തടഞ്ഞുകൊണ്ട് മധ്യപ്രദേശിൽ തന്നെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പഴയ മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന പഴയ മധ്യപ്രദേശിൽ 13 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ 13 സംസ്ഥാനങ്ങളിൽ പിന്നെ BJP അല്ല കൊണ്ടുവന്നിരിക്കുന്നത്, പലയിടത്തും കൊണ്ടുവന്നിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ബില്ല്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വസ്തുതകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന 2 കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കണമെന്നുള്ളത് ആയിരുന്നു ആവശ്യം. ജാമ്യം ലഭിച്ചു. അതിൽ ഭരണകൂടം ഇടപെട്ടുന്നത് ശരിയായോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഇതിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന വിഭാഗം തന്നെയാണ് ഇത് ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു ഇരട്ടത്താപ്പാത് എന്ന് പറയുന്നത്. ഇത് അങ്ങനെ അത്തരത്തിൽ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ കൃത്യമല്ലേ? അതായത് പ്രോസിക്യൂഷൻ ജാമ്യം കിട്ടുന്നതിനെ ശക്തമായി എതിർക്കുന്നില്ല, കേസ് അന്വേഷിക്കപ്പെടട്ടെ എന്നൊരു നിലപാടെടുക്കണം എന്ന് പറയുന്നതിനകത്ത് ഇടപെടലുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിഹിതമായ ഒരു ഇടപെടലില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിന് കേന്ദ്രം ഒരു നിലപാടെടുത്തത്, അത്തരത്തിലൊരു നിലപാട് ഭരണകൂടം എടുത്തത് ഈ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും, ഭരണകക്ഷികളുടെയും കേരളത്തിൽ തന്നെയാണെങ്കിൽ BJP അടക്കമുള്ള മുഴുവൻ ആളുകളും ഇത് പിന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇവർ തന്നെ ഇപ്പോൾ പാംപ്ലാനി പിതാവ് അദ്ദേഹമൊക്കെ ഈ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഒരു സൗമനസ്യം ഇക്കാര്യത്തിൽ ഉണ്ടായെന്നും അത് സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ ബഹുമാനപ്പെട്ട പാംപ്ലാനി പിതാവ് എന്ന് പറയുന്നത്, മറ്റാളുകളും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിന്നുന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിക്കുന്നതായ ചില വ്യവസ്ഥകളുണ്ട്. ഇതൊന്നും അത്ര 50,000 രൂപയുടെ ജാമ്യം എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഉടൻ കെട്ടിവെക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് ധരിക്കുന്നത്. ഇത് ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള അറിയാവുന്നവർ തന്നെ ഈ അജ്ഞത നടിച്ചുകൊണ്ട് ഇങ്ങനെ ഉന്നയിക്കുകയാണ്. ഈ 2 ആരോപണങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഈ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത പുകിലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഈ വിഷയം സത്യത്തിൽ അവസാനിക്കുന്നില്ല. ഉന്നയിച്ചവർ ആ വിഷയമായി തന്നെ നിലനിർത്തുന്നുണ്ട്. അതൊക്കെ സത്യം. കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരു വിഷയം ഉണ്ടായി. ആ കന്യാസ്ത്രീകളെ വെറുതെ വിട്ടു. പക്ഷെ അന്ന് കേസെടുത്തതും ഒക്കെ പിണറായി പോലീസാണ്. അതുകൊണ്ട് ഇവിടെ നിശബ്ദമായിരുന്നു, ഒരു തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. കൃത്യമായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ പൊതുവേ നമുക്കറിയാമല്ലോ, ഒരു സമൂഹം അല്ലെങ്കിൽ പൊതുവേ BJPയെ കേരളത്തിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം BJPക്ക് അനുകൂലമായ നിലപാടെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത. പലപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ തന്നെ അത്തരം ചില ഘടകങ്ങളുണ്ട്. പക്ഷേ നമ്മൾ BJP അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? അന്ന് ഇതേപോലെയുള്ള ഈ മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളെന്ന് പറഞ്ഞ് വ്യാപകമായ പ്രക്ഷോഭം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവസരത്തിൽ തന്നെയാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നെ കേരളത്തിൽ ഇതിന് മുമ്പൊരിക്കൽ NDA സ്ഥാനാർത്ഥി ജയിച്ച ഒരവസ്ഥ, ശ്രീ PC തോമസ് NDA സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ഒരവസരമുണ്ട്. അന്ന് ഒഡീഷയിലെ ക്രൈസ്തവ പീഡനം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാക്കി ഇവിടെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. അത്തരം ജനം ഒരു പരിധിവരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയ കാര്യങ്ങളെ കാണുകയുള്ളൂ എന്ന് വേണം കരുതാൻ. അങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒന്നും ഈ പുകമറ സൃഷ്ടിച്ചുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പുകളിൽ വളരെ വേഗത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, ഭരണകൂടം ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂഷൻ അതിശക്തമായ ഒരു വാദം ഉന്നയിച്ച് ഇവരെ സ്ഥിരമായിട്ട് അകത്ത് കിടത്തണം, ഇവർ രാജ്യദ്രോഹികളാണെന്നൊരു സമീപനം എടുക്കരുത് എന്ന കാര്യത്തിൽ അതൊരു സമീപനത്തിൻ്റെ ഭാഗമാണ്. ആ സമീപനത്തിന് അത് ജുഡീഷ്യറിലുള്ള ഒരു കൈകടത്തലല്ല, ഒരർത്ഥത്തിലുമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നൊന്ന് ജാമ്യം എന്ന് പറയുന്നത് ജാമ്യ വ്യവസ്ഥകളനുസരിച്ച് ജാമ്യം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ കാര്യങ്ങൾ എന്താ പറയുക, അതനുസൃതമായാണ് ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. അതിൽ ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ആവശ്യപ്പെട്ടു, BJPയും ശക്തമായി ആവശ്യപ്പെട്ടു. പിന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇവർക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അവരെ അനുസ്യൂതം എന്താ പറയുന്നത് നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് കിടത്തരുത് എന്നുള്ള ഒരു സമീപനം എടുത്തു എന്നത് ഒരർത്ഥത്തിലും ജുഡീഷ്യറിലുള്ള ഒരു ഇടപെടലായി നമുക്ക് കാണാൻ കഴിയില്ല.